നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകൂടെ ലഗ്നത്തെക്കുറിച്ചുള്ള ഫലവും അവരുടെ സ്വഭാവവും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാം. മിക്കവാറും പോസിബിളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ലഗ്നം ബേസ്ഡ് ആയിട്ട് വരും നിങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരാളുടെ ജാതകം കാണുമ്പോൾ കുറേ ചോദ്യങ്ങൾ നമ്മുടെ അടുത്തുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അയാളുടെ പേരുദോഷം കേൾക്കാനുള്ള യോഗം, കാരകോ ഭാവനാശക എന്നുള്ള ആ പ്രമാണം വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലഗ്നത്തിൽ രവി നിൽക്കുന്നവർക്ക് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളും ആത്മബലവും എല്ലാം ഉണ്ടാവും. എങ്കിലും പേരുദോഷം കേൾക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിട്ടുപോയി, അതൊന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വരാം, എങ്ങനെയൊക്കെ വരാം എന്നുള്ളതിൻ്റെ ചില ഭാവ കണക്ഷൻസ്, നമ്മൾ ഈ ക്ലാസ്സിൽ ഗ്രഹ കണക്ഷൻസ് അല്ല പറയുന്നത്, ഭാവ കണക്ഷൻസ് ആണ്. ഭാവ കണക്ഷൻസും ഗ്രഹങ്ങളുടെ കണക്ഷൻസും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം ഫലം പറയാൻ. അപ്പോൾ നമ്മളിവിടെ ഭാവ കണക്ഷൻസും പിന്നെ ചില ഗ്രഹങ്ങളെല്ലാം ഒന്നും നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ ഈ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് തന്നെ യുക്തി ഉപയോഗിച്ച് കണ്ടെത്തിക്കണം. അത് അവനവൻ്റെ മനോധർമ്മവും കഴിവുമാണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെ ഹെൽത്ത്, ശരീരബലം, ഗുഡ് ഹെൽത്ത് ആൻഡ് ബാഡ് ഹെൽത്ത് ലഗ്നം കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാം. നമുക്ക് ഭാവം കൊണ്ട് നോക്കാം. ഒന്നാം ഭാവാധിപൻ 5-11 ഭാവത്തിൽ പോയി നിൽക്കുക. 5-11 ഭാവാധിപന്മാരുടെ നക്ഷത്രത്തിൽ ഒന്നാം ഭാവത്തിൽ ലഗ്നാധിപൻ നിൽക്കുക. ലഗ്നാധിപനും 5-11 ഭാവാധിപന്മാർ പരസ്പരം യോഗം ചെയ്യുകയോ ദൃഷ്ടിയിലോ വരികയോ ഒക്കെ ചെയ്യുക ആണെങ്കിൽ പൊതുവെ നല്ല ഹെൽത്ത് ഉള്ളവരായിരിക്കും, ഹെൽത്തി ബോഡി ആയിരിക്കും, സംശയമില്ല. അപ്പോൾ ഗുഡ് ഹെൽത്ത് വരുമ്പം ഒരാളുടെ ബാഡ് ഹെൽത്ത് എങ്ങനെയാണ് നോക്കുന്നത്? നേരെ വിപരീതം. ഒന്നാം ഭാവാധിപൻ 6, 8, 12 ഈ 3 ഭാവമായിട്ട് 6, 8, 12 ഭാവവുമായിട്ട് ബന്ധം വരിക. 6, 8, 12 ഭാവത്തിൽ പോയി നിൽക്കുക. അത് 6 പാപന്മാരോ മാരകന്മാരുമായിട്ടൊക്കെ യോഗം വരിക, ദൃഷ്ടി വരിക ഒക്കെ വന്നാൽ, മൗഢ്യം വരിക, ഗ്രഹയുദ്ധത്തിൽ പെട്ടുപോവുക, കർത്തരി യോഗങ്ങൾ, പാപകർത്തരി യോഗങ്ങൾ വരിക, അതുപോലെ തന്നെ പാപന്മാരുടെ 6, 8, 12 ഭാവാധിപന്മാരുടെ നക്ഷത്രത്തിൽ നിൽക്കുക, ശനി ബലഹീനനായി പോവുക, ഇത്രയൊക്കെ വന്നാൽ രോഗം ഉണ്ടാവും. ഒന്നാം ഭാവം 6, 8, 12 ബന്ധം വരുന്നത് രോഗലക്ഷണവും, ഒന്നാം ഭാവത്തിന് 5, 11 ബന്ധം വരുന്നത് ആരോഗ്യ ലക്ഷണവുമാണ്. അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഒരാളുടെ കോൺഫിഡൻസിനെയും ആ വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാമോയെന്നും ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? എനിക്ക് ഈ വ്യക്തിയെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? 2 കാര്യങ്ങളാണ്. ലഗ്നമാണൊന്ന്, ഗ്രഹങ്ങൾ നോക്കണം. ലഗ്നവും അവിടെ ഗ്രഹങ്ങൾ, ബുധനും ചന്ദ്രൻ്റെയും കണക്ഷൻസ് പലപ്പോഴും പല കാര്യങ്ങളിലും അവരെ മാനിപ്പുലേറ്റീവ് ആയിരിക്കും. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാം. ഒന്നാം ഭാവം 5, 9 ഭാവം ത്രികോണ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സോളിന് ഒരു ദൈവാധീനമുണ്ട്. അവരാരും ചതിക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കില്ല. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല കേട്ടോ, എല്ലാവരും പൂർണ്ണരല്ല. കാരണം പൂർണ്ണതയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഭൂമി എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാം തികഞ്ഞവരൊന്നും ഉണ്ടാവില്ല, തെറ്റുപറ്റും. പക്ഷേ തൻ്റെ പ്രവൃത്തി കൊണ്ട് വേറൊരാൾക്ക് നാശമോ, ഒരാളെ നശിപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതം വളർത്തിയെടുക്കണം, എൻ്റെ സ്വാർത്ഥത മാത്രമാണ് ജീവിതം, അല്ലെ എൻ്റെ ലക്ഷ്യം മാത്രമാണ് ജീവിതം എന്നുള്ള അങ്ങനെയുള്ളവർ അല്ല ഞാൻ പറയുന്നത്. നല്ല ആൾക്കാരുടെ ഇത് അങ്ങനെ കുറേ സ്വാർത്ഥതയും കുറേ ലക്ഷ്യബോധവും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ പോലും വേറൊരാളുടെ നശിപ്പിച്ചുകൊണ്ട് അത് ചെയ്യാത്തവരെയാണ് നമ്മൾ നല്ല മനുഷ്യരെന്ന് പറയുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്, നല്ല ക്യാരക്ടറുള്ള ആൾക്കാരാണെന്ന് പറയുന്നത്. ചിലപ്പോൾ അവർ ദേഷ്യക്കാരൊക്കെ ആയിരിക്കും. അതൊക്കെ ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് അതിൻ്റെ നമ്മൾ കണ്ടെത്തുന്നത്. അവരുടെ ഒരു ബേസിക് സൈക്കോളജി അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഒന്നാം ഭാവാധിപൻ ത്രികോണ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടാൽ പൊതുവെ സർഗാത്മകതയും നല്ല കഴിവും സോളിനോടുള്ള ബന്ധവും, ഒന്നാം ഭാവത്തിന് 5, 9 ബന്ധം വരികയും വ്യാഴത്തിന് ലഗ്നബന്ധവും കൂടെ വന്നാൽ, ലഗ്നത്തിൽ വ്യാഴം നിൽക്കുക, ലഗ്നാധിപൻ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുക, വ്യാഴവും ലഗ്നാധിപനും തമ്മിൽ കേന്ദ്രത്തിലോ ത്രികോണത്തിലാവുക, അല്ലെങ്കിൽ പൊതുവേ 5-ലോ 9-ലോ വ്യാഴം നിൽക്കുക, ലഗ്നാധിപൻ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ ലഗ്നത്തിൽ നിൽക്കുക ഒക്കെ ആണെങ്കിൽ നമുക്കവരെ വിശ്വസിക്കാം. ഇതുവരെയുള്ള അനുഭവം എന്നെ അങ്ങനെയാണ്, വിശ്വസിക്കാം, ഉറപ്പാണ്. തിരിച്ചെങ്ങനെയാണ് അപ്പം നോക്കുന്നത്? ലഗ്നാധിപൻ
6, 8, 12 പോവുക. ലഗ്നാധിപൻ 1-ാം ഭാവം 6, 8 ഉള്ളൂ, 12 പോവുകയും വ്യാഴം 6, 8, 12 പോവുകയും ബുധനോ ചന്ദ്രനോ ലഗ്നത്തിലോ 4, 7, 10 നിൽക്കുകയും ചെയ്താൽ 2 വൈശ്യഗ്രഹങ്ങളാണ്. വൈശ്യഗ്രഹങ്ങൾക്ക് ബലം കൂടുമ്പോൾ സ്വാർത്ഥത കൂടും, ലാഭചിന്ത കൂടും. മനസ്സിലാവുന്നുണ്ടോ? ചന്ദ്രനും ബുധനുമാണ്. ബുധൻ പ്രത്യേകിച്ച് വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പം ചന്ദ്രനും ബുധനും ബലം കൂടുകയും ഒരു തരത്തിൽ വ്യാഴബന്ധം വരാതിരിക്കുകയും വ്യാഴം 6, 8, 12 പോവുകയും ലഗ്നാധിപൻ 6, 8, 12 പോവുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഇവർക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും. ലഗ്നാധിപൻ 5, 9 നിൽക്കുകയും വ്യാഴം കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിൽക്കുകയും ചെയ്യുന്നവരുടെ നിന്ന് നേരെ വിപരീതമായിരിക്കും. ബുധനും ചന്ദ്രനും ഭയങ്കര കോൺഫിഡൻസ് കുറവായിരിക്കും, അവരവരിലൊരു ഫെയ്ത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവർക്കൊരു ഭയം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഭയത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ബുധൻ എപ്പോഴും ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ സൂചിപ്പിച്ച് കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കും എന്നുള്ളതല്ലാതെ അവരെ വിശ്വസിച്ച ഒരു കാര്യം, അവരെ നമ്പിയാൽ നമ്മുടെ ജീവിതം പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇത് പലപ്പോഴും റിലേഷൻഷിപ്പൊക്കെ വരുന്ന സമയത്ത്, റിലേഷൻഷിപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ വരുന്ന സമയത്തും കുടുംബ ബന്ധങ്ങളിലൊക്കെ കാര്യങ്ങൾ വരുന്ന സമയത്തും ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം കൊണ്ട് മാത്രമായിട്ട് എടുത്ത് അങ്ങനെ ചെയ്യരുത്. ആദ്യ സമയത്തൊക്കെ നമ്മളിത് കാണുമ്പം അത് ക്ലിയർ ആവത്തില്ല. പിന്നീട് പല ജാതകങ്ങൾ നോക്കുമ്പോൾ അവർ ഏതൊക്കെ ഏരിയകളിലാണ് ഇവർ ഫെയിലാവുന്നത്, ഏതൊക്കെ ഏരിയകളിലാണ് ഇവർക്ക് ഗുണമുള്ളത് എന്നൊക്കെയുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരുടെ ഒരു ക്വാളിറ്റി നമുക്ക് അവരുടെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കണം. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരാളുടെ ജാതകത്തിൽ ഉറപ്പാണ് ലഗ്നാധിപനും വ്യാഴവും കേന്ദ്രത്തിലും ത്രികോണത്തിലും ആയിരിക്കും. എൻ്റെ ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ്. പിന്നെ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള, വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ടുള്ള, ജീവിതത്തിൽ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് ജനിക്കുന്ന ആൾക്കാർ കുറച്ച് കഷ്ടപ്പാട് കൂടുതലായിരിക്കും. അവരുടെ ജാതകത്തിൽ നക്ഷത്രം വഴിയോ ഭാവം വഴിയോ ഗ്രഹം വഴിയോ 1, 5, 9 കണക്ഷൻ ഉണ്ടായിരിക്കും. ലഗ്നാധിപൻ ഒന്നിൽ ത്രികോണത്തിലായിരിക്കും, അല്ലെങ്കിൽ വ്യാഴം ലഗ്നത്തിലോ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ആയിരിക്കും. ഇത് ഉറപ്പാണ്. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ കുറെ കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, പക്ഷെ അവർ വിജയിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പതിയെ കാരണം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അവർക്ക് ഇറങ്ങിത്തിരിക്കാനുള്ളൊരു കഴിവുണ്ട്, ഒരു ബലമുണ്ട്, വളരെ സ്ട്രോങ് ആയിരിക്കും അവർ. പതിയെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണല്ലോ ഒരാൾ സ്ട്രോങ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ലഗ്നാധിപൻ 5, 9 നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടോ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ വ്യാഴം നിൽക്കുന്നതുകൊണ്ടോ ഒരാൾക്ക് പ്രശ്നങ്ങൾ വരാമെന്നിരിക്കത്തില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ ലൈഫിൻ്റെ കുറേ കാര്യങ്ങൾ കൊണ്ട് അവർ കുറച്ച് റിയലിസ്റ്റിക് ആവുകയും ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കും. അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും, പുതിയ കാര്യങ്ങൾ പഠിക്കും, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, പുതിയ വിഷയങ്ങൾ പഠിക്കും. അവർക്ക് കറക്റ്റ് ലക്ഷ്യബോധം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ വേണോ അതിലേക്ക് എത്താൻ അതെല്ലാം ചെയ്യും. ഏറ്റവും വലിയ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ലഗ്നത്തിന് ബലം വരുമ്പോൾ പുറമെ വിജയിക്കുക എന്നുള്ളതാണല്ലോ. ലഗ്നമാണ് മൂർത്തിയും കീർത്തിയും. പ്രശ്നരീതി പറയുന്ന മൂർത്തിയും കീർത്തിയും ചിന്തിക്കുന്നത് ലഗ്നം കൊണ്ടാണ് എന്നുള്ളത്. ശ്രേയസ്, യശസ്, സുഖം, ജയം, വപുച്ച്, തത്സർവം എന്ന് പ്രശ്നമാർഗത്തിലും പറയുന്നു. അതുപോലെ എല്ലാ ഭാരതീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും ഒരാളുടെ കീർത്തിയെ കൂടുതലായിട്ട് കാണിക്കുന്ന ലഗ്നത്തിൻ്റെ ബലമാണ്. അപ്പം ഒരാളുടെ ഔട്ടർ ലൈഫ്, ഒരാളുടെ ബാഹ്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ സൗന്ദര്യം അയാളുടെ ഇന്നർ ലൈഫിനെ ബേസ് ചെയ്തായിരിക്കും എന്നുള്ളതാണ്. ചിന്തകളുടെ ബാഹ്യാവിഷ്കാരമാണ് ജീവിതം. അതുകൊണ്ട് തന്നെ ഇന്നർ ലൈഫ് പവർഫുൾ ആവുന്ന ഒരാൾക്ക് മാത്രമേ, ബ്യൂട്ടിഫുള്ളായിട്ടും ഹാൻഡ്സമായിട്ടും ഗോർജിയസ് ആയിട്ടും ഇന്നർ ലൈഫിനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളിന് മാത്രമേ അവരുടെ ഔട്ടർ ലൈഫ് ഭംഗിയാക്കാൻ പറ്റൂ. ആ ഭംഗിയാക്കുന്ന ഔട്ടർ ലൈഫ് കൊണ്ട് സമാധാനവും ഉണ്ടാകത്തുള്ളൂ. ചിലവർ ബാഹ്യമായിട്ട് പലതും കാണിക്കും, പക്ഷെ ആന്തരികമായിട്ട് ദാരിദ്ര്യമായിരിക്കും, ഇന്നർ പോവേർട്ടി അനുഭവിക്കുന്നവരായിരിക്കും. അതൊരു ദുഃഖമായിരിക്കുള്ളൂ. പക്ഷെ ആ ദുഃഖത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ഒക്കെ ഇട്ട് കാണിക്കും. എന്നാൽ ലഗ്നത്തിന് ബലം വരികയും ലഗ്നാധിപൻ 5, 9 നിൽക്കുകയും വ്യാഴം ബലപ്പെടുകയും ചെയ്താൽ 100% ഉറപ്പിച്ചോളൂ അയാൾ സക്സസ്ഫുൾ ആവുന്നത്. ഈ ഏത് ഭാവമാണെങ്കിലും 8, 12 ഭാവവുമായിട്ട് ബന്ധം വരുന്നത് ശനി. 8, 12 ഭാവം ശനി, കേതു, കുജൻ ഇതുമായിട്ടൊക്കെ ബന്ധം വരുന്നത് വീഴ്ചയ്ക്കുള്ള യോഗമാണ്. അതുപോലെ തന്നെ ഈ ഒബ്സഷൻ അല്ല അഡിക്ഷൻ ഒക്കെ വരുന്നത്, ഇപ്പം ലഗ്നാധിപൻ 5, 7 ബന്ധം വരിക, ഈ 5, 7 ബന്ധം വരുന്നതിനോടൊപ്പം തന്നെ 6, 8, 12 കണക്ഷൻസ് വരിക,
അല്ലെങ്കിൽ മാഴ്സ് ശുക്രൻ, ഇവർക്കൊന്നും ബലമില്ലാതെ മാഴ്സിൻ്റെയും ശുക്രൻ്റെയും കോമ്പിനേഷനോട് കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ 1-5-7 ബന്ധമൊക്കെ ലഗ്നാധിപന് വരികയും അത് ബലക്ഷയമാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്സഷനാണ്. അത് ഡ്രഗ്സിനോടോ അല്ലെങ്കിൽ പ്രണയത്തോടോ അല്ലെങ്കിൽ സെക്ഷൽ ലൈഫുകളോടോ ഒക്കെയുള്ള ഒരു ഒബ്സഷൻ വന്നിട്ട് ഒരു വൻ വീഴ്ചയ്ക്കുള്ള സാധ്യതയാണ്. പക്ഷെ അവർ തിരിച്ചു കയറിപ്പോവും. പക്ഷെ അതും 1-5-7 ബന്ധം വന്നിട്ട് മാർസ് വീനസ് കോമ്പിനേഷൻ ഏതെങ്കിലും തരത്തിൽ വരണം. അതുപോലെ തന്നെ ശനിയുടെ ബന്ധവും വരണം. ഇതിനകത്ത് ഒരുപാട് കണക്ഷൻസ് നമുക്ക് കണ്ടെത്താം. രാഹുവിൻ്റെ കണക്ഷൻസ് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും, വ്യാഴത്തിൻ്റെ കണക്ഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും, ശുക്രനും ശനിയും കുജൻ്റെയും 3ൻ്റെയും കൂടെ കണക്ഷനൂടെ വന്നിട്ട് 1-5-7 ബന്ധം വരുമ്പോഴത്തേക്ക് അവരുടെ കുടുംബ ബന്ധങ്ങളും അല്ലെങ്കിൽ ഈ സ്നേഹബന്ധങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ സോൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്, അതിന് ചിന്ത എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കിയെടുക്കാം. പിന്നെ ഒരുപാട് പഠിക്കണം, ഒരുപാട് മനസ്സിലാക്കണം. പ്രധാനമായിട്ടും ഏതൊരു ശാസ്ത്രത്തെയും പോലെ തന്നെ ആ ഒരു വിദ്യാഭ്യാസം മാത്രമല്ല, ജ്യോതിഷ അറിവ് മാത്രമല്ല, നിരീക്ഷണമാണ്, ഒബ്സർവേഷനാണ്. വീണ്ടും 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 പല 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 ഹൊറോസ്കോപ്പുകൾ ശ്രദ്ധിക്കുകയും പല 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 കാര്യങ്ങളെ മനസ്സിലാക്കുകയും അത് അനലൈസ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മളത് കാണിക്കുമ്പം ആൾക്കാരോട് പറയുമ്പം അവർക്കൊരു അത്ഭുതമായിട്ടൊക്കെ തോന്നും. പക്ഷെ വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിന് എല്ലാത്തിനും ഒരു താളമുണ്ട്, ഒരു താളബോധമുണ്ട്. അത് മനസ്സിലാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വലിയ ഇതൊന്നും വേണ്ട. നമുക്ക് ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് തരത്തിലുള്ള സയൻസുകളുണ്ട്. വളരെ മൈക്രോ ലെവലിലൊക്കെ ഉള്ള ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ അതിനൊന്നും പലതിനും എവിഡൻസ് ഒന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾക്കൊന്നും നമുക്ക് എവിഡൻസോടുകൂടി ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാത്തിനും സയൻസിൻ്റെ ഒരു എവിഡൻസും ഒരു സപ്പോർട്ടും ഒക്കെ വേണം. പക്ഷേ ആക്ച്വലി അസ്ട്രോളജി പോലൊരു ശാസ്ത്രം എന്ന് പറയുന്നത് അനുഭവം കൊണ്ട് മനസ്സിലാക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു എവിഡൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സയൻസിൽ തന്നെയാണെങ്കിലും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മൈക്രോ ലെവലിലേക്കുള്ള കൺസെപ്റ്റുകൾ, ന്യൂട്രോൺ പ്രോട്ടോണുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള കൺസെപ്റ്റുകളിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ നടക്കുന്ന പല കാര്യം, ഇപ്പോൾ ക്വാണ്ടം ജമ്പിങ് പോലുള്ള സാധനങ്ങളൊക്കെ ഉള്ള അതിന് കൃത്യമായ എവിഡൻസ് ഒന്നുമില്ല. അതെന്താ അങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എവിഡൻസ് ഒന്നുമില്ല, അത് അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട്. ചുമ്മാ നടക്കത്തില്ല, അതിനൊരു റീസൺ എന്തായാലും കാണും. നമ്മൾ കണ്ടെത്തുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിനൊരു റീസൺ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അസ്ട്രോളജി കൊണ്ട് പ്രഡിക്റ്റ് ചെയ്യാം. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവർ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ചില കാര്യങ്ങൾക്കൊന്നും അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും 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 അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് മാത്രം മനസ്സിലാക്കി തരും. അതിനുള്ള നിയോഗമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ്റെ ആ പോർഷൻസൊക്കെ വർക്ക് ചെയ്യുന്നതാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു നിയോഗം ഉണ്ടാവും. അതെല്ലാവർക്കും എല്ലാ വിഷയങ്ങളും കിട്ടില്ല, പക്ഷെ ചില ആൾക്കാർക്ക് അത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലെന്നും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് നേച്ചർ. ആ ഒരു പരിമിതി ഇതിനുണ്ട്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്കിത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ചെറിയൊരു ജീവിതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഈ ശാസ്ത്രം നമ്മളെ സഹായിക്കും. അപ്പം നന്നായിട്ട് പഠിക്കുക, നന്നായി ഒബ്സർവ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഇത് വെച്ചിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടേതായ ഒരു ശൈലിയും നിങ്ങളുടേതായ അറിവുകളും നിങ്ങളുടേതായ കുറേ പ്രമാണങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഈ ഒരു ഭാവങ്ങളുടെ ഒരു കണക്ഷൻസും പ്ലാനറ്ററി കണക്ഷൻസും ഒക്കെ നിങ്ങളുടേതായിട്ട് തന്നെ കിട്ടും. റിപ്പീറ്റഡായിട്ട് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടിട്ട് തരികയും ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ വരികയും ചെയ്യും. നമ്മളത് പറയുമ്പോൾ കറക്റ്റായിട്ട് അവർക്കത് മനസ്സിലാവുകയും അവർക്കത് മാറ്റവും ഉണ്ടാക്കാം, അവർക്കൊരു അലേർട്ടാവുകയും ചെയ്യും. അവർക്ക് കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സഹായവും. ഒരു നല്ല കാര്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റി, അവരത് രക്ഷപ്പെട്ടാൽ നമ്മുടെ ജീവിതം ഭംഗിയായില്ലേ. നമ്മൾ കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തപ്പോൾ എൻ്റെ ആ ഒരു സ്പെൻഡിങ്, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് അത് വേറൊരാൾക്ക് ഗുണമാവുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അവനവന് ആത്മസുഖത്തിനായിട്ട് ആചരിക്കുന്നത് മറ്റുള്ളവർക്കും സുഖമായിട്ട് അവരനുമൊക്കെ സുഖമായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുക. ഒരാളുടെ ആയുസ് ലഗ്നത്തിൻ്റെ ബലം കൊണ്ടും അഷ്ടമവും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ആയുസ് പറയുക. ദീർഘായുസാണോ, മധ്യ ആയുസാണോ, ഷോർട്ട് ടൈമിലുള്ള ജന്മമാണോ, അതുപോലെ ഇയാൾ ജോയിൻറ്റ് ഫാമിലി ആയിട്ടാണോ സെറ്റ് ആവുന്നത്, ന്യൂക്ലിയർ ഫാമിലിയിലാണോ സെറ്റ് ആവുന്നത്, ഇയാൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ, അയാൾക്ക് സന്യാസമാണോ ഫലം, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ 1-ാം ഭാവം കൊണ്ട് തന്നെ ഉത്തരം പറയാം. ആരോഗ്യവും കീർത്തിയും മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ ലഗ്നത്തെ കൊണ്ട്
പറയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോയും ലാസ്റ്റ് വീഡിയോയും ഞാൻ ഇട്ടിരുന്നത്. അത് നോക്കുക, അതിനകത്തുനിന്ന് കാര്യങ്ങളെടുത്ത് ബാക്കിയുള്ള വിഷയങ്ങളും കൂടെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഭാവ കണക്ഷൻസ് നോക്കി നിങ്ങൾ മുന്നോട്ട് പുതിയ പുതിയ അനുഭവങ്ങളിലേക്കും എത്തിച്ചേരുക. അടുത്ത 2ാം ഭാവമാണ് ഫണ്ട് ഫ്ലോ ആണ്, വിദ്യാഭ്യാസമാണ്. ധനം അത്യാവശ്യമല്ലേ ജീവിതത്തിൽ, അതുപോലെ തന്നെ ധനം ഉണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അതുപോലെ വാക്ക് 2ാം ഭാവമാണ്, കഴിക്കുന്ന രുചികൾ പലതും 2ാം ഭാവമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 2ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുണ്ട്. നമ്മുടെ നിധി, നമ്മുടെ ഓർണമെൻറ്റ്സ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നമ്മുടെ ബാങ്ക് ഡിപ്പോസിറ്റുകൾ, നമ്മുടെ FD, അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ തന്നെ പല കാര്യങ്ങളും 2ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ പ്രശസ്തി, നമ്മളായിട്ടുണ്ടാകുന്ന കുടുംബത്തിൻ്റെ അന്തസ്സ് സൊസൈറ്റിയിൽ, ക്യാഷ് ഫ്ലോയും അതിൻ്റെ ബ്ലോക്കേജുകളും, ഇതെല്ലാം 2ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ 2ാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ചും 2ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങളിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ചും, അതോടൊപ്പം തന്നെ 2ാം ഭാവാധിപൻ ഭാവവും വിവിധ ഭാവമായിട്ട് കണക്ട് ചെയ്താൽ എന്ത് ഫലങ്ങളൊക്കെ ചെയ്യാം, എന്തൊക്കെ ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളതും കൂടി നോക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.